ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ നമുക്കൊന്ന് ഫലാഫിൽ തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കടല 2 കപ്പ്, അത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഒരു മിക്സിൻ്റെ ചെറിയ ജാറെടുക്കുക, അതിലേക്കൊരു സവാള കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഒരു 6-7 പച്ചമുളക്, ഒരു ബൾബ് വെളുത്തുള്ളി, പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകം, അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അരക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഉണ്ടല്ലോ, ഇതൊന്ന് തരുതരുപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതും ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം അരച്ച മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന മൈദയാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാൻ പണിയാവും. അപ്പോൾ കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കൊണ്ട് തന്നെ ഞാനിത് കുഴക്കുന്നത് കേട്ടോ, എങ്കിലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ബാക്കി മൈദയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയിട്ട് ഇതേപോലെ ആണ് അത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത്. ഇത് കുറച്ച് നേരം ഞാനൊരു 1 മണിക്കൂർ വരെ ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ നല്ല കട്ടി വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈവെള്ളതിൻ്റെ വെച്ചിട്ടൊന്ന് അമർത്തിയാൽ മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ 2 ഭാഗവും മുരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഇത് അമ്മൂസിൻ്റെ കൂടെയും ടൊമാറ്റോ സോസിൻ്റെ കൂടെയും കഴിക്കാട്ടോ. നല്ല അടിപൊളി സാധനമാണ്, നല്ല ക്രിസ്പിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.